ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സീസൺ ആയിരിക്കും. സീസൺ 1ഉം 4ഉം ഒക്കെ എപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനകത്തുള്ള താരങ്ങൾ ഉണ്ടാക്കി വെച്ച ഓളമാണ്. നമുക്കറിയാം എത്ര സീസൺസ് വന്നാലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1, 4 അതിനെ വെല്ലാൻ ഇനി ഒരു സീസണും വരൂല എന്നാണ്. പക്ഷേ വരുത്താനുള്ള കുറച്ച് ഐഡിയാസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് അറിയാമോ? പറഞ്ഞു തരാം. സീസൺ 8 എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ആവും. അങ്ങനെ ഒരു ലെവലിൽ ഒരു സാധനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, മേക്കേഴ്സ് അങ്ങനെ ഒരു സാധനമാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഹിറ്റ് ആകും. അതിനുള്ള കുറച്ച് ഐഡിയാസ് ആണ്. ഒപ്പം തന്നെ ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം ബിഗ് ബോസ് സീസൺ 8 മലയാളത്തിനെ പറ്റി. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ സീസൺ 1, സീസൺ 4 ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ 2 സീസൺസ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ 1ഉം 4ഉം എടുത്ത ആൾക്കാർ തലയിൽ ചുമന്നുകൊണ്ട് നടക്കും പോലെ മറ്റൊരു സീസണും ആൾക്കാർ എന്തുകൊണ്ട് തലയിൽ ചുമന്ന് നടക്കുന്നില്ല എന്ന്? കാരണം അതിനകത്ത് കണ്ടസ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവരുടെ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഉണ്ട്. അത് സീസൺ 2വിലോ 3ലോ 5ലോ 6ലോ ഈ പറയുന്ന 7ലോ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം ഒരിക്കലും നമുക്ക് കണ്ടസ്റ്റൻസിനെ പറയാൻ പറ്റത്തില്ല. കാരണം കണ്ടസ്റ്റൻസ് അവരുടെ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ. അവരുടെ സ്വഭാവം കണ്ട് അവരെ ചൂസ് ചെയ്ത് ഷോക്കകത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? മേക്കേഴ്സ് ആണ്. അപ്പോൾ മേക്കേഴ്സ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനോടുള്ള ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. ഞാൻ പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സാധനം, ഈക്വൽ ഡോമിനൻസ് ഉള്ള കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷോ കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ദാറ്റ് മീൻസ് ഒരേപോലെ ഒന്നിനൊന്ന് മികച്ച കണ്ടസ്റ്റൻസ്. അതാണ് സീസൺ 1, സീസൺ 4 എപ്പോഴും ആളുകൾക്ക് ഇഷ്ടം. സീസൺ 1ന്റെ കാര്യം ഒന്ന് പറയുവാണെങ്കിൽ സാബുമോൻ, രഞ്ജിനി, പേളി, ബഷീർ, അരിസ്റ്റോ സുരേഷ് ഇവരൊക്കെ ഒന്നിനൊന്ന് ഇടിച്ചിടിച്ച് നിൽക്കുന്ന, എന്നാൽ പല പല ക്യാരക്ടറുള്ള ആൾക്കാരായിരുന്നു അല്ലേ? ഇവരൊക്കെ ഇല്ലാതെ ആ ഷോ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. അതിനകത്ത് ഓരോ വീക്കും ബിഗ് ബോസ് ഒന്ന് ചൂട് പിടിച്ച് വരുന്ന ഒരു 70-80 ദിവസം, ഒരു 60 ദിവസമൊക്കെ ആകുമ്പോഴാണ് ചൂട് പിടിച്ച് വരുന്നത്. പക്ഷേ സീസൺ 1ഉം 4ഉം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം തുടക്കം മുതലേ അതിൽ ചൂടാണ്. എന്തുകൊണ്ടാണ്? ഈക്വൽ ഡോമിനൻസ് ഉള്ള കണ്ടസ്റ്റന്റ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ്. സീസൺ 4ന്റെ കേസ് എടുത്തു നോക്കാം. റോബിൻ, ജാസ്മിൻ, ബ്ലസ്ലി, റിയാസ്, നിമിഷ, ഡെയ്സി, എ സെറ്റ് ഓഫ് സൂപ്പർ ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസൺ ആയിരുന്നു സീസൺ 4. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ റോബിൻ എന്ന് പറയുന്നു, റിയാസ് 2 പറയുന്നു, ജാസ്മിൻ കൂടെ പറയുന്നു, റോബിന്റെ കൂടെ ദിൽഷ നിൽക്കുന്നു, ബ്ലസ്ലി അടുത്ത് പറയുന്നു. മൊത്തം നമുക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എന്താ അതുപോലത്തെ ഒരു സീസൺ കാണാനായിട്ട് എനിക്ക് സത്യമായിട്ടും കൊതിയാവുന്നുണ്ട്. അപ്പോ അത് ഈക്വൽ ഡോമിനൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ഷോക്കകത്ത് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പൊ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ സീസൺ 2വിൽ വന്നിട്ടുള്ളത്, നമുക്ക് സീസൺ 2A എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന രജിത് സാറിനെയാണ്. സീസൺ 3A എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂട്ടനും ഉണ്ട്, നമ്മുടെ ഒരു DFK ഉണ്ട്. വേറെ ആർക്കും ഓർമ്മ വരത്തില്ല. സീസൺ 5 1 മാൻ ഷോ അഖിൽ മാരാർ സൂപ്പറായിട്ട് പ്ലേ ചെയ്തു. പക്ഷെ കൂടെ നിൽക്കുന്നവർ കൂടി അതുപോലെ കളിക്കണമായിരുന്നു. എങ്കിൽ അത് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരുന്നു. സീസൺ 5ന് ശേഷം എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി അടങ്ങിയ സീസൺ എനിക്ക് കിട്ടിയിട്ടില്ല. സീസൺ 6ലായാലും ബുള്ളിങ്ങിന്റെ പേരിൽ ഒരാളെ ബുള്ളി ചെയ്യുന്നതിന്റെ രീതിയിലാണ് മറ്റൊരാൾക്കടുത്ത് വിന്നർ പട്ടം കൊടുത്തത്. സീസൺ 7 ആണെങ്കിൽ അഡൽട്ട് കണ്ടന്റും 18+ഉം പുതപ്പും ഒക്കലും എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു സീസൺ ആയിട്ടൊക്കെ മാറി. ആ സീസണകത്ത് ഷുവർലി എന്താ പറയാ ഗെയിം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എന്റെ വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും സീസൺ 7 ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്ത് കുറെ കോണ്ടന്റ്സ് എനിക്ക് അൺഎത്തിക്കലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ സീസൺ 1ഉം 4ഉം ഇതിൽ നിന്നൊക്കെ ട്രോളി ഡിഫറെന്റ് ആണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്ന പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഒരാളിലൂടെ മാത്രം കഥ പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ബിഗ് ബോസ് ആവില്ല. ആ സാധനം ഫ്ലോപ്പ് ആവും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും വ്യൂവേഴ്സ് കൂടുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായ ആൾക്കാർ എന്താ പറയുന്നത്? കൊള്ളത്തില്ല, എന്തുവാടേ ഇത്, എന്തുവാടേ അതിനകത്ത് ഇടുന്ന അടി ഉണ്ടാക്കുന്നത്, എന്തുവാടേ. നമുക്ക് അടി വഴക്കല്ല മക്കളെ മെയിൻ. ബിഗ് ബോസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ ഓഫ് ദ കണ്ടന്റ്. അതിനകത്ത് അടി ഇടി വഴക്കൊക്കെ ഒരു പ്രധാന ഫാക്ടറാണ്. അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഗെയിം, അവരുടെ സ്പിരിറ്റ്, ഓരോ പ്രതിസന്ധികൾ എങ്ങനെ നേരിടുന്നു, കൂടെ നിന്ന് ചതിക്കുന്നവർ, ഒറ്റുന്നവർ, കൂടെ നിൽക്കുന്നവർ. അപ്പം ശരിക്കും ലാലേട്ടൊക്കെ പറയുന്ന പോലെ സമൂഹത്തിന്റെ ഒരു എന്താ പറയുക ഒരു പ്രതിഫലനം തന്നെയാണ് ബിഗ് ബോസിനകത്ത് കാണിക്കുന്നത്. എന്നാലും അതിനകത്ത് കുറച്ച് ക്വാളിറ്റീസ്
ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരാളിലൂടെ കഥ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ബോറടിക്കും. ഇപ്പൊ കഴിഞ്ഞ സീസൺ നമുക്ക് അനിമോളിലൂടെയാണ് ഈ കഥ തുടക്കം മുതൽ എൻഡ് വരേക്കും പോയിരിക്കുന്ന അനിമോളിലൂടെയാണ്. അതിനു മുന്നേ നമുക്കറിയാം ജാസ്മിനിലൂടെയാണ് കഥ പോയിരിക്കുന്നത്. അതിനു മുന്നേ അഖിൽ മാരാറിലൂടെയാണ് അല്ലേ? നിങ്ങൾ പറ. എന്നാൽ സീസൺ 4ഉം 1ഉം റോബിനിലൂടെ മാത്രമാണോ പോയത്? സീസൺ 1ൽ സാബുവിലൂടെ മാത്രമാണോ പോയത്? അല്ല, അവിടെ സെറ്റ് ഓഫ് കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം കഥ ഇങ്ങനെ പോവും, ഒരു ദിവസം ഇങ്ങനെ പോവും, ഒരു ദിവസം ഇങ്ങനെ പോവും. ഇത് എല്ലാ ദിവസം ദേ ഇങ്ങനെ അനുഭവം, അല്ലെങ്കിൽ ദേ ഇങ്ങനെ അഖിൽ മാരാർ, ദേ ഇങ്ങനെ ജാസ്മിൻ. പറഞ്ഞ മനസ്സിലല്ല? അത് ആ കണ്ടസ്റ്റന്റിന് ക്വാളിറ്റി ഉണ്ട്, ഈ കാണിക്കുന്ന കണ്ടസ്റ്റൻസിന് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ അവിടെ ചുമ്മാ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് എന്തില്ല? ക്വാളിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് സാധനം എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈക്വൽ ഡോമിനൻസ് ഉള്ള, ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരാളിലൂടെ മാത്രം കഥ പോവാത്ത ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇതൊരു പ്രധാന പോയിന്റ് ആണ്. അടുത്ത മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് തീമോ ഒരു കോപ്പോ വേണ്ട, നമ്മുടെ പണ്ടത്തെ ക്ലാസിക് ടാസ്കുകളാണ് വേണ്ടത്. സീസൺ 2ലും 4ലും ഒക്കെ വന്ന ഫോൺ ബൂത്ത് ടാസ്ക്, അത് എവിടെയാണ്, ഏതെങ്കിലും പാതാളത്തിൽ പോയോ എന്ന് ആർക്കും അറിയില്ല. അതിന് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചെയ്യാനുള്ള ഒരു ടാസ്കും അല്ല അത്. സുഖമായിട്ട് 2 ദിവസം അടിച്ചു തീർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സൂപ്പർ ഡൂപ്പർ ടാസ്ക് ആണത്. ആ സാധനങ്ങളൊക്കെ എവിടെ കുഴികുത്തി മൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അതൊക്കെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന, കോണ്ടൻസ് ഉണ്ടാകുന്ന, അവരുടെയൊക്കെ ഉള്ളിൽ യഥാർത്ഥ രൂപങ്ങൾ പുറത്തു വരുന്ന സാധനമാണ് കോൾ സെന്റർ ടാസ്ക്, കോടതി ടാസ്ക്. കോടതിയൊക്കെ സീസൺ 5ലും 6ലും ഉണ്ടായിരുന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. 5ലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ കോടതി ടാസ്കുകളെ കുറിച്ചിട്ട് ഒരു അറിവും ഇല്ല, അതിനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒരു വിവരവും ഇല്ല. കോടതി 6ലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ കോടതി ടാസ്ക് ഇല്ലാത്തതും ഒരു പ്രധാന കാരണമാണ്. കോടതിയും കോൾ സെന്ററും വരുമ്പോ തന്നെ ഇത് നമ്മുടെ ബിഗ് ബോസ് എന്നൊരു തോന്നൽ നമുക്ക് വരും, ഇല്ലേ? ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി പ്രധാനപ്പെട്ട ക്ലാസിക് ടാസ്കുകൾ എടുത്ത് കളയുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഒന്നും ഇല്ലാണ്ടായി പോവും. അങ്ങനെ ആയിപ്പോവും. അടുത്ത് കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ്. ഇതാണ് അടുത്തൊരു പോയിന്റ്. അതായത് സീസൺ 7 ആണ് ഞാൻ ഇതുവരെ മലയാളം ബിഗ് ബോസ് കണ്ടതിൽ ഏറ്റവും കൂടുതൽ വെറുത്ത സീസൺ 7 ആണ്. ദാറ്റ്സ് വൈ, ബിക്കോസ് ഈ സീസൺ അകത്തിട്ടാണ് ഇമാതിരി കണ്ടന്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മക്കളെ. പക്ഷെ വൃത്തികെട്ട, ചീഞ്ഞ, അവിഞ്ഞ, ചന്ത, പുഴുത്ത കണ്ടന്റ് നമുക്ക് വേണ്ട. 18+, പുതപ്പ് പൊക്കല്, സെക്ഷൽ ടോക്ക്, പിന്നെ നിസ്സാര കാര്യത്തിനുള്ള വമ്പൻ വിഷയമാക്കലുകള്. അപ്പൊ ഇങ്ങനത്തെ കോണ്ടന്റ്സ് ഒന്നും കാണാനായിട്ട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക. അങ്ങനെ ഈ സീസൺ 7 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സീസൺ 1 to 5 വരേക്കും സൂപ്പർ കണ്ടന്റ് ആണ്, ക്വാളിറ്റി ബേസ്ഡ് കണ്ടന്റ്. അതായത് കുൽസിതങ്ങൾ ഇല്ല എന്ന് പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റും. കുൽസിതം ഈസ് ഓൾവേസ് എ കണ്ടന്റ്, ബട്ട് നമുക്കത് വേണ്ട. അത് ഈ കുറച്ചിട്ടുള്ള അത്രയ്ക്ക് നമുക്ക് ദാരിദ്ര്യമില്ല, ലൈംഗിക ദാരിദ്ര്യം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സീസൺ 1 മുതൽക്ക് 5 വരെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ്സ് വളരെ വളരെ കുറവാണ്. അപ്പൊ നമുക്കത് കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ കുൽസിത കണ്ടന്റ് കുറച്ചൊന്ന് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് വളരെയധികം ഉപകാരമായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് സീസൺ 7 എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇഷ്ടമില്ലാത്തത്. സീസൺ 1 to 5 ആ കേസിൽ ഓക്കെയാണ്. 6 വന്നപ്പോഴത്തേക്കും ജാസ്മിൻ ഗബ്രി ഇഷ്യൂ അതൊരു വേറെ കൈവിട്ട ലെവലിലോട്ട് പോയി. എന്നാലും സീസൺ 7 അത്രയൊന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് പറയാനുള്ളൂ. ദെൻ അടുത്ത പോയിന്റ്, നമ്മുടെ വീക്കിലി ടാസ്കുകളൊക്കെ 2 ദിവസം കംപ്ലീറ്റ്ലി ഡേ ആൻഡ് നൈറ്റ് അങ്ങോട്ട് കൊടുക്കുക. അത് സീസൺ 5 വരെ അവർ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സീസൺ 6 വന്നപ്പോൾ വീക്കിലി ഇല്ല, ഒരു കോപ്പിലി ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. സീസൺ 7 വല്ലപ്പോഴും കൊടുക്കും. പിന്നെ 60 ദിവസം കഴിഞ്ഞിട്ട് ഡാൻസ് മാരത്തോണും